നമസ്കാരം. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 2025 ആഗസ്റ്റ് 18 മുതൽ 24 വരെയുള്ള 12 കൂറുകാർക്കും എങ്ങനെയായിരിക്കും ഈ ആഴ്ച? നല്ല ഫലങ്ങൾ തുണയ്ക്കുന്ന രാശികൾ ഏതെല്ലാം? അനുകൂല ഫലങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? ജ്യോതിഷപരമായി നോക്കിയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൂറുകാർ ആരെല്ലാമാണ്? 12 രാശിക്കാർക്കും ഈ ആഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആഴ്ച മേടം രാശിക്കാർക്ക് നല്ല സമയമാണ്. എന്നാൽ മിഥുനം, കന്നി, വൃശ്ചികം, മകരം, കുംഭം രാശിക്കാർ ശ്രദ്ധിക്കണം. മറ്റു രാശിക്കാർക്ക് പൊതുവെ അനുകൂല സമയമാണ്. ഓരോ രാശിക്കാർക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാക്കാം. ജ്യോതിഷപരമായി നോക്കിയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൂറുകാർ ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യം മേടരാശി. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും ഉൾപ്പെടുന്നതാണ് മേടരാശി. ഈ രാശിക്കാർക്ക് ചിങ്ങമാസവും മലയാളവും പുതുവർഷവും പിറക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ യാത്ര വേണ്ടിവരും. ജോലി രംഗത്ത് കൂടുതൽ ശ്രദ്ധയും വേണം. ആരോഗ്യ കാര്യങ്ങൾ ജാഗ്രത പുലർത്തണം. മക്കളിൽ നിന്നും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കും. വീട്ടിൽ പൂജ നടത്താൻ സാധ്യതയുണ്ട്. ജോലിയിൽ നല്ല പേര് നേടും. പ്രിയപ്പെട്ടവരുടെ വരവ് സന്തോഷം നൽകുന്നതായിരിക്കും. ബിസിനസ്സിൽ പണം മുടക്കാൻ പറ്റിയ സമയമാണിത്. പ്രണയം സന്തോഷം നൽകും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഇടവം. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്നതാണ് ഇടവരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഗുണം ചെയ്യും. പ്രണയം പൂവണിയും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. ദൈവാനുഗ്രഹത്താൽ കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ കഴിയും. സാമ്പത്തിക കാര്യത്തിൽ പുരോഗതി കാണപ്പെടും. മിഥുനം. മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജോലി സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ വരാം. പണമിടപാടുകളിൽ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാവില്ല. ജോലി കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. കർക്കിടകം. പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്നതാണ് കർക്കിടക രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ആദ്യത്തെ പകുതി സന്തോഷം നിറഞ്ഞതായിരിക്കും. രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധ വേണം. ജോലിയിൽ നല്ല അവസരങ്ങൾ വരും. ദേഷ്യം നിയന്ത്രിക്കണം. വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ദേഷ്യം നിയന്ത്രിക്കണം. ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പ്രണയബന്ധങ്ങൾ സന്തോഷം നൽകും. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. കർക്കിടക കൂറുകാർക്ക് അഷ്ടമശനി അവസാനിച്ചതിനാൽ ജോലി രംഗത്ത് പ്രതിസന്ധിയിൽ നിന്നും മോചനം നേടും. ചിങ്ങം. മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ചിങ്ങരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ്. ചെയ്യുന്ന കാര്യങ്ങളിലും വിജയം ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം കൂടിയാണിത്. പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. പുതിയ വീട് വാങ്ങാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കുക. പ്രണയബന്ധം സന്തോഷം നൽകുന്നതായിരിക്കും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. കന്നിരാശി. ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും ചേരുന്നതാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യം, ബന്ധങ്ങൾ, സാധനങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കണം. കുടുംബത്തിലും ജോലി സ്ഥലത്തും തർക്കങ്ങൾ ഉണ്ടാകാം. വലിയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് കൂടുതൽ ശ്രദ്ധ വേണം. കൂടുതൽ സമയം മതപരമായ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതം സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. കന്നിക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ഈ ആഴ്ച മനസ്സിന് സ്വസ്ഥത കുറയും.
ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയും. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് തുലാം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല പേര് നേടാൻ സാധിക്കും. ജോലിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. വീട്ടിൽ സന്തോഷമുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വരും. പ്രണയബന്ധം സന്തോഷം നൽകും. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. വൃശ്ചികം. വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച യാത്രകൾ ഗുണം ചെയ്യും. ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സഹായിക്കും. പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക ബാധ്യത കുറെയൊക്കെ തീർക്കാൻ കഴിയും. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രണയബന്ധങ്ങൾ ശ്രദ്ധ വേണം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായും. ധനു. മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ധനുരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച തിരക്ക് നിറഞ്ഞതായിരിക്കും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവാം. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധയും വേണം. സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടം വരാതെ നോക്കണം. പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. യാത്രകളിൽ ശ്രദ്ധിക്കുക. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും. ജോലി കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. മകരം. ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേരുന്നതാണ് മകരം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ശത്രുക്കൾ, രോഗങ്ങൾ, മടി എന്നിവയിൽ നിന്നും രക്ഷിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ കഴിവുകൾ പ്രശംസിക്കാതിരിക്കുക. പ്രണയബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാവാം. ജോലിക്കാര്യങ്ങൾ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാൻ സാധിക്കും. ജോലി രംഗത്ത് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കുറെയൊക്കെ കരകയറാൻ സാധിക്കും. കുംഭം. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതും ചീത്തയുമായ അനുഭവം ഉണ്ടാവും. കുടുംബത്തിൽ വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവാം. അത് പിന്നീട് മാറും. കുട്ടികൾ കാരണം സന്തോഷമുണ്ടാകും. യാത്രകൾ ഗുണം ചെയ്യും. പണം ഇടപാടുകളിൽ ശ്രദ്ധ വേണം. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതം സന്തോഷം നൽകും. കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിൽ തലവേദന അനുഭവപ്പെടും. മീനം. പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനൻ രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ലതാണ്. സമയം നന്നായി ഉപയോഗിക്കുക. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും സഹായം ലഭിക്കും. പുതിയ വാഹനം വാങ്ങാനും സാധ്യതയുണ്ട്. പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വീട്ടിൽ സന്തോഷമുണ്ടാകും. ജോലിയിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയും. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.